പലപ്പോഴും നമുക്ക് വരുന്ന തോട്ട്സ് നമ്മുടേത് തന്നെയാണോ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് കോൺഷ്യസ്ലി തോട്ട്സിനെ ചൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പല ഇവന്റിനോടും നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാണോ ഈ ഒരുപാട് വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. രണ്ടു പേർക്ക് ഒരുപോലത്തെ മെസ്സേജുകൾ കിട്ടുന്നു ഒരു സമയത്ത്. അത് മേ ബി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം. അതിൽ ഒരാൾ വിചാരിക്കണോ ഇത് സെൻഡ് ചെയ്ത ആള് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉള്ള ഒരു സമയത്ത് എനിക്ക് അയച്ചൊരു മെസ്സേജ് ആയിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരവരുടെ മറ്റു പല കാര്യങ്ങളിലേക്കും പോകുന്നു. പക്ഷെ മറ്റേ ആള് ഈ ഒരു മെസ്സേജ് കണ്ട ഉടനെ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ രണ്ടുപേർക്കുമുള്ള എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലെ. അപ്പോൾ അത് റിയൽ ആണ്. ദെൻ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് ജനറേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ സിറ്റുവേഷനെയും നമ്മുടെ മൈൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്കുണ്ടായിട്ടുള്ള പഴയകാല അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടാണ് മൈൻഡ് പല കാര്യങ്ങളും ഇന്റർപ്രറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പക്ഷേ ഒരാള് ആ ഒരു തോട്ടിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ തിരിച്ച് ഞാൻ എന്താ ചെയ്യുക, ഞാൻ എന്താ പറയുക, എന്ത് മെസ്സേജ് അയക്കണം തിരിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ മേ ബി ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അത് വളരെ ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷെ നിങ്ങളതിൽ ഒരുപാട് വറീഡാണ് എങ്കിൽ ഇതുപോലെയുള്ള ഈ സെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായി കാണും. അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ട്രഗിൾ ഫേസിലൂടെ നിങ്ങൾ പലപ്പോഴായിട്ട് പോയിട്ടുണ്ടായിരിക്കും. മേ ബി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് നിങ്ങൾ അലർട്ട് ആവാൻ വേണ്ടിയിട്ട് വാണിംഗ് തരുന്നതായിരിക്കാം. നീ ഇതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കൂ, നിങ്ങൾക്ക് എന്നാൽ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല, നിങ്ങൾ അധികം ഒരു സ്ട്രഗിളിലേക്ക് പോവില്ല, നിങ്ങൾ പ്രിപ്പയർ ആവോ എന്ന് കരുതിയിട്ട് ബ്രെയിൻ തന്നെ ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇവന്റ് കാരണമുള്ള ഈ ഒരു ഓവർ തിങ്കിങ് എന്നത് അതിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു കാര്യത്തിലല്ല വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പഴയ ഒരുപാട് കാര്യത്തിൽ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ബിലീഫ്സിലും നമ്മുടെ ഇമോഷൻസിലും ഒക്കെ തന്നെ നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് കുറച്ച് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവുക.